ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ദിവസവും ഇതൊരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് ക്യാരറ്റിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കും. നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയങ്ങളിലുണ്ടല്ലോ, ഓരോ ഇതിന്റെ ബെനിഫിറ്റുകൾ നമ്മൾ ബുക്കിൽ എഴുതി നോട്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും ദൈവമേ ഇത്രത്തോളം ഗുണങ്ങൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. അത്രമാത്രം എഫക്റ്റീവാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ വെജിറ്റബിളും എല്ലാ ഫ്രൂട്ടും. നമ്മുടെ ചാനലിൽ പറയുന്ന ഓരോ ടിപ്പും നമ്മുടെ കിച്ചണിൽ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളുടെ കിച്ചണിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ്, സ്പൈസസ് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ടിപ്സ് ആണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി ടാബ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാരറ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റിൽ ബീറ്റ കാരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വിറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആകുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വിറ്റമിൻ എ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല ഇതിൽ വിറ്റമിൻ സി ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, പൊട്ടാഷ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അണ്ടത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന് ഒരു ബീജവും ായിട്ട് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ്. ബീജവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാലും മിസ്കാരേജ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അണ്ടത്തിന് ക്വാളിറ്റി ഉണ്ടാകണമെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അണ്ടം ഒരു 80 to 22 mm സൈസിൽ എത്തിക്കഴിയുമ്പോഴാണ് റപ്ചർ ആവുന്നത്. ഇത് ആ ഒരു വലിപ്പത്തിലോട്ട് എത്തിക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. കാരണം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിന്റെ പ്രവർത്തനം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിസിൻ എടുത്തു കഴിഞ്ഞാലോ HCGയുടെ ട്രിഗർ ഷോട്ട് എടുത്തു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ആ ഒരു അണ്ടത്തിനെ ആ ഒരു ഗ്രോത്തിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ആ ഗ്രോത്തിലോട്ട് എത്തിയ അണ്ടത്തിന് ചിലപ്പോൾ ഫെർട്ടിലൈസ്ഡ് ആവാനായിട്ടുള്ള കപ്പാസിറ്റി കുറവായിരിക്കും, അതിന് ക്വാളിറ്റി കുറവായിരിക്കും. ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് വിറ്റമിൻ എ. ഇത് നമ്മുടെ ആ ഒരു അണ്ടം വളരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും ഇതിന് കൊടുക്കുന്നു. പെട്ടെന്നൊന്ന് ബീജസങ്കലനം നടക്കുന്നതിനും അതുപോലെ അത് പിന്നീട് അങ്ങോട്ട് വളർന്നു തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ DNA സ്ട്രക്ചർ എല്ലാം കൃത്യമായിട്ടും അതിൻ്റെ ക്രോമസോം എല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മിസ്കാരേജ് ഉണ്ടാവാതിരിക്കുകയുള്ളൂ. അതിന് ഇതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യാരറ്റ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായി നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. സ്ത്രീ ശരീരത്തിലും പുരുഷന്റെ ശരീരത്തിലും ഉണ്ടാവുന്ന ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ടെസ്റ്റോസ്റ്ററോണും പോലുള്ള സെക്സ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങൾ അസന്തുലിതമായി പോകുമ്പോഴാണ് നമ്മുടെ ലൂട്ടിയൽ ഫേസും അതുപോലെ നമ്മുടെ ഫോളിക്കുലർ ഫേസും തമ്മിൽ വ്യത്യാസം വരുന്നതും അണ്ടത്തിന്റെ ക്വാളിറ്റി കുറയുന്നതും എൻഡോമെട്രിയൽ ലൈനിന്റെ തിക്നെസ്സിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതും. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഒപ്പം നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നു. നമ്മുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞ് വളർന്നു തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് കുഞ്ഞിന് ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോയ്ക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി തന്നെയും എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് ഭയങ്കര തിന്നാണെങ്കിൽ അവിടെ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നമ്മളൊരു സാധനത്തിൽ ഉറച്ചിങ്ങനെ പിടിച്ചു നിൽക്കുമ്പോഴേക്കും ആ പിടിച്ചു നിൽക്കുന്ന വസ്തുവിന് എന്തെങ്കിലും ഒരു അനക്കം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് വഴുതി പോവില്ലേ? ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്ന ഒരു മെക്കാനിസം. എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വളർന്നാലും അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു എംബ്രിയോയ്ക്ക് അവിടെ വളരാനായിട്ട് സഹായിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഡോമെട്രിയൽ തിക്നെസ് ഒക്കെ ഫോളിക്കുലർ സ്റ്റഡി നടത്തി കഴിയുമ്പോൾ തിക്നെസ് കുറവാണെന്ന് തോന്നുന്നവർക്കൊക്കെ ക്യാരറ്റ് ഉപയോഗിക്കുന്നത് തിക്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഇതിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് എഗ്ഗിന് ഡാമേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും എഗ്ഗിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ശരീരത്തിന് ഉണ്ടാകുന്നില്ലെങ്കിൽ എഗ്ഗിന് ഡാമേജ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഇതുമായിട്ട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന എംബ്രിയോയ്ക്ക് ഉണ്ടാവാനായിട്ടും ചാൻസസ് ഭയങ്കര കൂടുതലാണ്. കണ്ടിന്യൂസ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാകുന്ന ആളുകളും ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്ത് കിട്ടാത്ത സ്ത്രീകൾക്കും ക്യാരറ്റ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു എഗ്ഗിനെ ഒന്ന് നല്ലതുപോലെ ഇംപ്രൂവ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിറ്റമിൻ സി കൊണ്ട് അടുത്തൊരു ബെനിഫിറ്റും കൂടിയുണ്ട്. ഇത് നമ്മുടെ സെർവിക്സ് ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയും സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. സെർവിക്കൽ മ്യൂക്കസ് ആണ് നമ്മുടെ ശരീരത്തിലെ പുരുഷന്റെ സെമന്റെ ലൈഫ് സ്പാൻ വർദ്ധിപ്പിക്കുന്നത്. അതായത്
ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സെമൻ 4 to 5 days വരെ സ്ത്രീ ശരീരത്തിൽ നിൽക്കും. എന്നാൽ അത് 3 ആയിട്ടും 2 ആയിട്ടും കുറയ്ക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ pH ബാലൻസിന് വ്യത്യാസം വരുമ്പോൾ, അതുപോലെ സെർവിക്കൽ മ്യൂക്കസിന്റെ ഘടനയിൽ വ്യത്യാസം വരുമ്പോഴൊക്കെ നമ്മുടെ ആ ഒരു ശരീരത്തിലെ ആ ഒരു സെമന്റെ ലൈഫ് സ്പാൻ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ശരീരത്തിൽ നിൽക്കുന്നതിന്റെ ദിവസത്തിന്റെ എണ്ണം കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് സെർവിക്കൽ മ്യൂക്കസ് പ്രോപ്പർ ആയിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര തിക്കായിട്ടാണ് സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ ഓവുലേഷൻ അടുപ്പിച്ചിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ ക്യാരറ്റ് ഉപയോഗിക്കുന്നത് ക്വാളിറ്റി ഉള്ള സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതിൽ ഫോളേറ്റും ഉണ്ട്, ഒപ്പം ബി വിറ്റമിനും അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. കുഞ്ഞിന് ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഡിഫക്ട്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഫോളിക് ആസിഡിന്റെ ലെവൽ ശരീരത്തിൽ കുറയുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മുതൽക്കേ തന്നെ ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഇതൊക്കെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പ്രഗ്നൻസിയുടെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ മിഡിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ പ്രഗ്നന്റ് ആയി എന്ന് കൺഫേം ചെയ്യുന്നത്. ആ സമയത്ത് മുൻപൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രിനേറ്റൽ വിറ്റമിൻസ് ഒന്നും ചെന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ആ ഒരു എംബ്രിയോയ്ക്ക് ബുദ്ധിമുട്ടുകൾ, അതായത് മറ്റുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാനായിട്ട് ഡിഫക്ട്സ് ഡെവലപ്മെന്റ് സ്റ്റോപ്പ് ആയി പോകുന്നതിനുമൊക്കെ അത് കാരണമാകുന്നു. അതുകൊണ്ട് നേരത്തെ മുതൽക്കേ തന്നെ ഇതെല്ലാം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് ഇതിലെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ഫ്ലൂയിഡിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഓവറോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പൊട്ടാഷ്യം പൊട്ടാഷ്യം ഉള്ളത് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഇതിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓവുലേഷനും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് ഈസ്ട്രജന്റെ ആ ഒരു ബെനിഫിറ്റോ ഈസ്ട്രജന്റെ പ്രവർത്തനവുമായിട്ടൊന്ന് മിമിക്കായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരത്തിൽ ആ ഒരു ഓവുലേഷനും അതുപോലെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്തും പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഹോർമോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ ഇത് നിയന്ത്രിച്ചു വെക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസും അതുപോലെ ആന്റി ഓക്സിഡൻസും തമ്മിലുള്ള ഒരു ഇംബാലൻസസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു എഗ്ഗിനും സ്പേമിനും ഡാമേജ് ഉണ്ടാകുന്നത്. ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. ക്യാരറ്റിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ലൈക്ക് ബീറ്റ കാരോട്ടിൻ ആണെങ്കിലും വിറ്റമിൻ സി, വിറ്റമിൻ ഇ എന്നിവയെല്ലാം സെമന് ഡാമേജ് ഉണ്ടാവുന്നതിനും അതുപോലെ എഗ്ഗിന് ഡാമേജ് ഉണ്ടാവുന്നതും പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതിന്റെ രണ്ടിന്റെയും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഭൂരിഭാഗവും സ്ത്രീകൾക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ പറഞ്ഞെങ്കിലും പുരുഷനും ഈ ക്യാരറ്റ് ഉപയോഗിക്കുന്നത് വഴി ബെനിഫിറ്റുകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എഗ്ഗിന് ഇംപ്രൂവ് ആയിരിക്കുന്നത് പോലെ തന്നെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. ഒപ്പം DNA ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. DNA ഡാമേജ് ഉണ്ടാകുന്ന സിറ്റുവേഷനിലാണ് കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ട്രൈസോമി 30, ട്രൈസോമി 80 പോലുള്ള പല ജനന വൈകല്യങ്ങളും കുഞ്ഞിനുണ്ടാകുന്നത് ഈ DNA സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇ അവരുടെ സെമന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകാതെ നോക്കുന്നു. അതോടൊപ്പം വിറ്റമിൻ ഇ നമ്മുടെ സെല്ലിന്റെ മെമ്പറൻസിനൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റുകൾ സ്ത്രീകൾക്കും പുരുഷനും ഇത് ഉപയോഗിക്കുന്നത് വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് നോക്കുക. എങ്ങനെയൊക്കെ ക്യാരറ്റ് ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ക്യാരറ്റ് ഇപ്പോൾ കറിയുടെ ഒരു ഫോമിൽ എടുക്കുന്നുണ്ട്. അതായത് ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ വേറെ തോരനായിട്ടോ ഒക്കെ ക്യാരറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അത് ആ രീതിക്ക് തന്നെ കഴിക്കുക. ചോറ് കുറച്ചിട്ട് ഈ കറി കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കറി കൂടുതൽ വയറ്റിൽ ചെല്ലുമ്പോഴേക്കും നമുക്ക് ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അല്ലെങ്കിൽ പച്ചയ്ക്ക് ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ രാവിലെ ഒരു നേരം നിങ്ങൾ ഒരു ക്യാരറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴേക്കും ഒരുപാട് മധുരമൊന്നും നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല. ഷുഗർ വരുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഗുണം കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഒപ്പം നിങ്ങൾ വെള്ളം ചേർക്കുന്നതിന്റെ അളവും കുറയ്ക്കുക. ക്യാരറ്റ് ഇപ്പോൾ ജ്യൂസ് അടിക്കുന്നുണ്ടെങ്കിൽ 2 ക്യാരറ്റ് എടുത്തിട്ട് ഒരു ദിവസം നിങ്ങൾ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക. വെള്ളത്തിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ അത് ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടുന്നത് അത്രയും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ജ്യൂസറിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ നേരെയുള്ള ഫോമിലാണെങ്കിലും സാധാ മിക്സിയിലിട്ടാണ് നിങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ ലൂസ് ആക്കിയിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ഷുഗർ ആഡ് ചെയ്യാതിരിക്കാൻ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ ആയാലും ഇംപ്ലാന്റേഷൻ ആയാലും പീരിയഡ്സിന്റെ സമയമായാലും നിങ്ങൾക്ക് ക്യാരറ്റ് ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾ എടുക്കുന്നതോടൊപ്പം ഹസ്ബൻഡിനും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫാസ്റ്റ് ആയിട്ട് പ്രഗ്നൻസി ഉണ്ടാവാനായിട്ട് അത് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.